വെൽക്കം ബാക്ക് ടു കൊമിക്സ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ലേബർ ടേൺ ഓവർ എന്താണ്, ലേബർ ടേൺ ഓവർ കണ്ടെത്താനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോബ്ലം വിത്ത് സൊല്യൂഷനാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലേബർ എന്താണെന്ന് നോക്കാം. ലേബർ ഇസ് ദി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ഓഫ് ദി കോസ്റ്റ്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഏതാണ്, മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ ക്ലാസ്സസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീണ്ടും ലേബറിലേക്ക് തന്നെ വരാം. ലേബർ റെപ്രസെൻറ്റ് ഹ്യൂമൻ എഫേർട്ട് എൻഗേജ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ എഫേർട്ടിനെയാണ്, അതായത് ജോലിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ പ്രയത്നത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫേർണിച്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫേർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാരെടുക്കുന്ന എഫേർട്ടിനെയാണ് ലേബർ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഓർ മെൻ്റൽ എഫേർട്ട് എക്സ്പെൻഡഡ് ഇൻ ദി മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. ഇത് കായികപരമായിട്ടുള്ള ഒരു എഫേർട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മെൻ്റൽ എഫേർട്ടും കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് എക്സ്പെൻഡഡ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്താണ്, കായികപരമായിട്ടും മാനസികമായിട്ടും കൊടുക്കുന്ന എഫേർട്ടിനെയാണ്, ആ സ്പെൻഡ് ചെയ്യപ്പെടുന്ന എഫേർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ലേബർ എന്താണ്, ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എഫേർട്ടിനെ, ഹ്യൂമൻ എഫേർട്ടിനെയാണ് ലേബർ എന്ന് പറയുന്നത്. Then next point, labor cost is a price paid for using human resources in an enterprise. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റാണ്. ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടി കൊടുക്കുന്ന, ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. It represents any remuneration paid to employees in the form of wages, salaries, commission, bonus, perquisites, etc. ഇതെന്താണ്, എംപ്ലോയീസിന് അവരുടെ ജോലിക്ക് അവർ നൽകുന്ന എഫേർട്ടിന് പകരമായി കൊടുക്കുന്ന വേജസ്, സാലറീസ്, കമ്മീഷൻ, ബോണസ്, പെർക്യൂസേറ്റ്സ് ഒക്കെ ആയിരിക്കാം. മനസ്സിലായല്ലോ. ടൈപ്സ് ഓഫ് ലേബർ. ഫ്രം ദി കോസ്റ്റ് അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ലേബർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. കോസ്റ്റ് അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ലേബറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ലേബർ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ലേബർ. ഇനി അതെന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ലേബർ, ലേബർ വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ചാർജ് ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ് ഈസ് കോൾഡ് ഡയറക്റ്റ് ലേബർ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ ഡയറക്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഉള്ള ലേബറിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേബർ ടച്ച് ലേബർ എന്നറിയപ്പെടുന്നു. പിന്നെ ഈ ഡയറക്റ്റ് ലേബറിന് കൊടുക്കപ്പെടുന്ന വേജസിനെയാണ് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ലേബർ ഈസ് ദാറ്റ് ലേബർ വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് എന്താണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ, അത് ഒരിക്കലും എന്താണ് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്ന ആ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് കണക്ഷൻ ഇല്ല. ആ ലേബറിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബറിന് കൊടുക്കപ്പെടുന്ന ആ ഒരു വേജസിനെയാണ് ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലേബർ കോസ്റ്റ് ഓർ വേജസ് പെയ്ഡ് ടു സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ ഫോർമാൻ, ഇൻസ്പെക്ടർ, ക്ലീനേഴ്സ്, വാച്ച്മാൻ, അതിനൊക്കെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലേബർ ടേൺ ഓവറിലേക്ക് കിടക്കാം. ലേബർ ടേൺ ഓവർ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ലേബർ ഫോഴ്സ് ഈസ് കോൾഡ് ലേബർ ടേൺ ഓവർ. ലേബർ ഫോഴ്സിൽ വരുന്ന ചേഞ്ചിൻ്റെ റേറ്റിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ്. എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യും, ലീവ് ചെയ്യും. എന്നിട്ട് അവരുടെ സ്ഥാനത്തേക്ക് പുതിയ വർക്കേഴ്സ് വരും. അപ്പോൾ എന്തുണ്ടാവും, ലേബർ ഫോഴ്സിൽ ചേഞ്ചസ് സംഭവിക്കും. ഈ ഒരു ചേഞ്ചിൻ്റെ റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവിങ് ദി ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ടു ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഇതെന്ന് പറഞ്ഞാൽ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. എന്ത് തമ്മിലുള്ള റേഷ്യോ, നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവിങ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന
വർക്കേഴ്സ്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്, ആ ഓർഗനൈസേഷനിലുള്ള ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്, ആ സർട്ടൈൻ പീരീഡിലുള്ള ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെയും നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, ലേബർ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ്. ഇനി നമുക്ക് ഇവ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എക്സാമിന് വരാറുണ്ട്. ചിലപ്പോൾ ഇത് 3 മെത്തേഡിൽ ചെയ്യാനായിട്ടും എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വിത്ത് സൊല്യൂഷനും നോക്കാം. അതിനു മുമ്പ് ഇവ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ തിയറി ഭാഗവും നോക്കാം. സെപ്പറേഷൻ മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. സെപ്പറേഷൻ മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയീസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് എ പീരീഡ്, ആ പീരീഡിൽ തന്നെയുള്ള ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് സെപ്പറേഷൻ മെത്തേഡിൽ എടുക്കുന്നത്. പിന്നെ ഇത് പെർസെൻറ്റേജ് ഫോമിലാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ദിസ് മെത്തേഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി നമ്പർ ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ലെഫ്റ്റ്. പിന്നെ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഡ്യൂറിങ് എ പീരീഡ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. ഈ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് ആണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്രത്തോളം ആളുകൾ ലീവ് ചെയ്തു എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല, എത്രത്തോളം ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലേബർ ടേൺ ഓവർ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് ഡ്യൂറിങ് എ പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് എ പീരീഡ് ഇൻറ്റു 100 ആണ്. This method take into consideration the number of replacement, that is number of workers newly joined the firm irrespective of how many have left. ഇതിലും ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എങ്ങനെയാണ്, സെയിം രീതി തന്നെയാണ്, നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഫ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ മെത്തേഡിൻ്റെയും റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെയും ഒരു കോംബോ ആണെന്ന് പറയാം. ഇതിൽ നമ്പർ ഓഫ് സെപ്പറേഷൻസും കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സും കൺസിഡർ ചെയ്യും. ദിസ് മെത്തേഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ബോത്ത് നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് ജോയിൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോമുല വരുന്നതെന്ന് നോക്കാം. നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് എ പീരീഡ് ഇൻറ്റു 100. ഈ 3 മെത്തേഡിലും ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിം ഫോമുല തന്നെയാണ്. എന്താണ്, നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴുള്ള മെത്തേഡാണ്. ന്യൂ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴുള്ള മെത്തേഡാണ് ലേബർ ടേൺ ഓവർ ഡ്യൂ ടു ന്യൂ റിക്രൂട്ട്മെൻറ്റ്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ചെയ്യും, റീപ്ലേസ്മെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ന്യൂ വർക്കേഴ്സ് ആ പീരീഡിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ലേബർ ടേൺ ഓവർ കണ്ടെത്താമെന്ന് നോക്കാം. നമ്പർ ഓഫ് ന്യൂ വർക്കേഴ്സ് ജോയിൻ ഡ്യൂറിങ് ദി പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദി പീരീഡ് ഇൻറ്റു 100. ഫ്ലക്സ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. ഇനി ന്യൂ റിക്രൂട്ട്മെൻറ്റും കൂടി വരുമ്പോൾ എങ്ങനെയാണ് ഫ്ലക്സ് മെത്തേഡിൽ ചെയ്യാം, ലേബർ ടേൺ ഓവർ കണ്ടെത്താമെന്ന് നോക്കാം. നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ് ഡ്യൂറിങ് ദി പീരീഡ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദി പീരീഡ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് ന്യൂലി ജോയിൻഡ് all divided by average number of workers during the period into 100. അപ്പോൾ ആ ഒരു ന്യൂലി ജോയിൻ ചെയ്തതും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, ഫ്ലക്സ് മെത്തേഡിൽ ലേബർ ടേൺ ഓവർ കണ്ടെത്താനായിട്ട്. ഈ 3 മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ദി ലേബർ ടേൺ ഓവർ റേറ്റ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇൻഫർമേഷൻ നോക്കാം. നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ് 3800. നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് 4200. ഡ്യൂറിംഗ് ദി ഇയർ 40 വർക്കേഴ്സ് ലീവ്സ് വൈൽ 160 വർക്കേഴ്സ് were discharged. 600 workers are joined during the year, and of this 150 workers were recruited because of the persons left and the rest are engaged in accordance with an best expansion program. ആദ്യം നമുക്ക് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കണ്ടെത്താം. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഈക്വൽ ടു number of workers at the beginning of the period
plus number of workers at the end of the period divided by 2. Number of workers at the beginning എത്രയാണ് 3800. Number of workers at the end എത്രയാണ് 4200. Equal to 3800 plus 4200 divided by 2. 3800 plus 4200 divided by 2. That is equal to 4000. ലേബർ ടേൺ ഓവർ കണ്ടെത്താം. ആദ്യം നമുക്ക് സെപ്പറേഷൻ മെത്തേഡിലൂടെ ലേബർ ടേൺ ഓവർ കണ്ടെത്താം. സെപ്പറേഷൻ മെത്തേഡ്. ലേബർ ടേൺ ഓവറിൻ്റെ ഫോമുല എന്താണ് സെപ്പറേഷൻ മെത്തേഡിൽ? നമ്പർ ഓഫ് separations during the period divided by average number of workers into 100. Number of separation എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കാം. During the year 40 workers were leaves. 40 വർക്കേഴ്സ് ലീവ് ചെയ്തു. വൈൽ 160 വർക്കേഴ്സ് വർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ പറഞ്ഞു വെച്ചു. അപ്പോൾ 40 വർക്കേഴ്സ് ലീവ് ചെയ്യുകയും 160 വർക്കേഴ്സ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്താൽ അതാണ് എന്തെന്ന് പറയുന്നത്? സെപ്പറേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 40 + 160 ആണ് സെപ്പറേഷൻ. 40 + 160. പിന്നെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 40 + 160 ഈക്വൽ ടു കിട്ടുന്നത് 200 ആണ്. ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. 5% ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ലേബർ ടേൺ ഓവർ. ഇനി റീപ്ലേസ്മെൻറ്റ് മെത്തേഡിലൂടെ നമുക്ക് ലേബർ ടേൺ ഓവർ കണ്ടെത്താം. ലേബർ ടേൺ ഓവർ ഈക്വൽ ടു എന്താണ് ഫോർമുല? നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് ഡ്യൂറിങ് ദി period all divided by average number of workers into 100. number of replacement എത്രയാണെന്ന് നോക്കാം. number of replacement ഇവിടെ എന്താ പറയുന്നത്? 600 workers are joined during the year and of these 150 workers were recruited because of the persons left. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 600 വർക്കേഴ്സ് ആണ് ആ ഇയറിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ 600ൽ 150 വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർക്ക് പകരമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 150 വർക്കേഴ്സ് ആണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് 150. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? 4000 തന്നെയാണ്. ഇൻറ്റു 100. 150 ഡിവൈഡ് ബൈ 4000 ഇൻറ്റു 100. അപ്പോൾ വരുന്നത് 3.75% ആണ്. 3.75%. ഇനി നമുക്ക് ഫ്ലക്സ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ലേബർ ടേൺ ഓവർ കണ്ടെത്താൻ നോക്കാം. ലേബർ ടേൺ ഓവർ കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദി പീരീഡ് ഇൻറ്റു 100 ആണ്. അതായത് നേരത്തെ 2 മെത്തേഡിൻ്റെ ഒരു കോംബോയാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് സെപ്പറേഷൻസ് പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ്സ് all divided by average number of workers during the period into 100. അപ്പോൾ നമ്പർ ഓഫ് സെപ്പറേഷൻ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ കണ്ടതാണ് എത്രയാണ്? 200 ആണ്. നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് 150 ആണ്. ഡിവൈഡഡ് ബൈ 4000 into 100. 200 plus 150 divided by 4000 into 100.
ദാറ്റ് ഇസ് ഈക്വൽ ടു 8.75 ആണ് വരുന്നത്. 8.75%. ഇനി ഫ്ലക്സ് മെത്തേഡിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. ഇത് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്ടാണ് ചെയ്തത്. ഫ്ലക്സ് മെത്തേഡ് വെൻ ന്യൂ റിക്രൂട്ട്മെൻറ്റ് ഇസ് ദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അത് വെൻ ന്യൂ റിക്രൂട്ട്മെൻറ്റ് ഈസ് ദർ. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്ലെക്സ് മെത്തേഡിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇനി റിക്രൂട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഫോർമുല വരിക? നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് സെപ്പറേറ്റഡ് plus workers newly joined, all divided by average number of workers. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് എത്രയാണ്? 150 ആണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് വർക്കേഴ്സ് സെപ്പറേറ്റഡ് എത്രയാണെന്ന് നമുക്കറിയാം, 200 ആണ്. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ് ന്യൂലി ജോയിൻഡ്, നമ്പർ ഓഫ് വർക്കേഴ്സ് ന്യൂലി ജോയിൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് വർക്കേഴ്സ് ഇവിടെ 600 വർക്കേഴ്സാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിലെന്താണ് 150 എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 600ൽ നിന്ന് 150 കുറച്ചതാണ് എന്ത്, നമ്പർ ഓഫ് വർക്കേഴ്സ് ന്യൂലി ജോയിൻഡ്. അതായത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിൻ്റെ നമ്പറാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് അവിടെ എഴുതി വയ്ക്കാം. റിക്രൂട്ട്മെൻറ്റിൽ തന്നെ 150 പേര് റീപ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാണ്ട് വേണം നമ്മൾ വർക്കേഴ്സിൻ്റെ നമ്പർ എടുക്കാനായിട്ട്. അപ്പോൾ 600 മൈനസ് 150 ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് 4000 തന്നെ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 പ്ലസ് 200 പ്ലസ് 600 മൈനസ് 150 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 800 ആണ് കിട്ടുക. 800 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. 800 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ആണ് കിട്ടുന്നത്. 20%. മെത്തേഡ് എന്ന് പറയുന്നത് ലേബർ ടേൺ ഓവർ ഡ്യൂ ടു ന്യൂ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ന്യൂ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലേബർ ടേൺ ഓവർ എങ്ങനെയാണ് കണക്കാക്കുക? ലേബർ ടേൺ ഓവർ ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ വർക്കേഴ്സ് joined during the period. അതെങ്ങനെയാണ്? എക്സ്ക്ലൂഡിങ് റീപ്ലേസ്മെൻറ്റ്. ഫ്ലെക്സ് മെത്തേഡിൽ ഞാൻ പറഞ്ഞതാണ്, അതേ സെയിം സംഭവം തന്നെയാണ് അവിടെ വരുന്നത്. ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. പറയുന്നുണ്ട് 600 വർക്കേഴ്സ് ആർ ജോയിൻ ഡ്യൂറിംഗ് ദി ഇയർ ആൻഡ് ദിസ് 150 വർക്കേഴ്സ് വർ റിക്രൂട്ടഡ് ബിക്കോസ് ഓഫ് ദി പേഴ്സൺസ് ലെഫ്റ്റ് ആൻഡ് റെസ്റ്റ് ആർ എൻഗേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓൺ ബെസ്റ്റ് എക്സ്പാൻഷൻ പ്രോഗ്രാം. ഇവിടെ 600 വർക്കേഴ്സാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തത്. അതിൽ 150 വർക്കേഴ്സ് എന്താണ്, പണ്ടത്തെ ആൾക്കാർ ലെഫ്റ്റ് ആയി പോയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റീപ്ലേസ് ചെയ്തതാണ്. ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്? ബാക്കിയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എക്സ്പാൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. സോ നമ്മളുടെ ഇവിടുത്തെ മെത്തേഡ് എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള ലേബർ ടേൺ ഓവർ ആണ്. സോ ഇവിടെ എന്താണ്, റീപ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയും. അതായത് 150 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 600ൽ നിന്ന് നമ്മൾ 150 കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് നമ്പർ ഓഫ് ന്യൂ വർക്കേഴ്സ് ജോയിൻ ഡ്യൂറിംഗ് ദി പീരീഡ് എക്സ്ക്ലൂഡിങ് റീപ്ലേസ്മെൻറ്റ് കിട്ടുള്ളൂ. 600 മൈനസ് 150 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100.
ദാറ്റ് ഈസ് ഈക്വൽ ടു 600 മൈനസ് 150 ഡിവൈഡ് ബൈ 4000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11.25% ആണ്. 11.25%. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. പിന്നെ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും ഇനാബിൾ ചെയ്യുക. ഓക്കെ, ബൈ.